പേര് സ്കൂൾ മാത്രം ഒന്ന് പറഞ്ഞു കേക്കട്ടെ. എന്തിട്ടാ പേര്? എന്റെ പൊന്നെ, നിന്റെ പേരാ ഞാൻ ചോദിച്ചത്. അതപ്പോ വല്ല കാര്യം അല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? വലിയ സ്കൂളിലാണ്. ചെറിയ സ്കൂളിലൊന്നും അല്ല, വലിയ സ്കൂളിലാണ് പഠിക്കുന്നത്. സംസാരിക്കരുത്. ഹായ് ഫ്രണ്ട്, കല്ലറിക്കൽ ഫൗണ്ടേഷന്റെ ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന സന്ദേശവുമായുള്ള കൗണ്ടർ ഷോ ഇന്ന് എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. 90 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള റൂഫസ് അങ്കിൾ നടത്തുന്ന അക്കാഡമിയിലാണ് നമ്മൾ ഇന്നുള്ളത്. അദ്ദേഹം വളർത്തിവിട്ട കുട്ടികളുടെ എണ്ണമെടുത്താൽ ആയിരക്കണക്കിനുണ്ടാവും. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിലെ കളിക്കാർ, ഈ ഫോർട്ട് കൊച്ചിയിലെ കുട്ടികൾ, ഇവിടുത്തെ മാതാപിതാക്കൾ, കോച്ചസ്, ഇവരെല്ലാം വേൾഡ് കപ്പ് എന്ന് കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആണെങ്കിലും നോക്കണേ നമുക്ക്. എന്റെ പേര് റൂഫസ് ഡിസോസിയാണ്. ഞാൻ ഈ ഗ്രൗണ്ടിലാണ് കളി പഠിപ്പിച്ചത്. എൻ്റെ ഗുരു കെ എം അബുക്കയാണ്. ഫുട്ബോളിൽ, ഹോക്കിയിൽ എൻ്റെ ഗുരുനാഥന്മാർ CR ടിമൻസും അങ്കിളും കോശങ്കളും. 56ാമത്തെ കൊല്ലം ഞാൻ ഈ ഗ്രൗണ്ടിൽ പിള്ളേരെ പഠിപ്പിക്കുന്നു. ഒരു മെയിൻ തിങ് ഒരു ഡിസിപ്ലിനാണ്. ക്യാരക്ടർ നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യണം, പിന്നീട് ബാക്കിയുള്ള എല്ലാ ക്വാളിറ്റീസും ഞാൻ പഠിപ്പിക്കും. അങ്കിളിന്റെ ആ ഒരു വേൾഡ് കപ്പ് ഇഷ്ടപ്പെട്ട ടീം? വേൾഡ് കപ്പ് 2 കളികൾ എൻ്റെ വേൾഡ് കപ്പിൽ നിന്ന് മറക്കാൻ പറ്റില്ല. ഒന്ന് ഇംഗ്ലണ്ട് വേഴ്സസ് ജർമ്മനി. അതിൽ ജർമ്മനി തോറ്റ്, ഇംഗ്ലണ്ട് ജയിച്ച്. അത് ഫസ്റ്റ് ഹാട്രിക് വേൾഡ് കപ്പ് ജിയോ ഫസ്റ്റ് നടത്താൻ ഇംഗ്ലണ്ട് പ്ലെയർ. പിന്നെ 2ാമത് വേൾഡ് കപ്പ് ബ്രസീലിൽ നടക്കുന്ന വേൾഡ് കപ്പ് അർജന്റീന ബ്രസീൽ കളിച്ച് 1 ലക്ഷം മേലെ ആൾക്കാർ സ്റ്റേഡിയം പാക്റ്റാണ്. ആ കളി അർജന്റീന ബ്രസീൽ തോൽപ്പിച്ചു. കംപ്ലീറ്റ് ആൾക്കാർ സൈലന്റ് കയറുന്ന ഗ്രൗണ്ട്. അർജന്റീന കളി ചാടുമ്പോൾ ശരിക്കും ബ്രസീൽ ടീം പ്ലേയേഴ്സും കാര്യമില്ല. അത് 2 കളി എനിക്ക് മറക്കാൻ പറ്റില്ല. ആ 2 കളി വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് നേരിട്ട് കാണാൻ അന്ന് കൊച്ചിയിൽ TV ഒന്നുമില്ല. വീഡിയോ എനിക്ക് അയച്ചു തന്നുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2 കളി എനിക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ട് എന്താ അങ്ങനെ പറയാനുള്ളത്? ഇന്ത്യൻ ഫുട്ബോൾ 4 ഒളിമ്പിക്സ് കളിച്ച ഒരു ടീമാണ്, 2 ഏഷ്യൻ ഗെയിം ജയിച്ച ഒരു ടീമാണ്. 51 ആദ്യത്തെ ഡൽഹി ഏഷ്യൻ ഗെയിം 51 നമ്മൾ ജയിച്ച്, ഇറാനെ തോൽപ്പിച്ചു. പിന്നെ 51 ഫസ്റ്റ്. പിന്നെ നമ്മൾ ജയിച്ചത് 62 ജക്കാർത്തയിൽ ചുനിഗോ 7 ക്യാമ്പസിൽ നമ്മൾ ഇറാനെ തോൽപ്പിച്ചു 2-1. പിന്നെ നമ്മൾ 4 ഒളിമ്പിക്സ് കളിച്ചു. 48 ലണ്ടൻ ഒളിമ്പിക്സ് കളിച്ചു. ഡോക്ടർ തലേമാൻ ആവും ക്യാപ്റ്റൻ. 52 എൽസിനി ഒളിമ്പിക്സ് സലീം മനായിരുന്നു ക്യാപ്റ്റൻ. 56 എസ് ബാനർജൻ ക്യാപ്റ്റൻ മെൽബൺ. 60 റോം ഒളിമ്പിക്സ് ബാനർജൻ ക്യാപ്റ്റൻ. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അവസാനത്തെ ഗോൾ അടിച്ച ആളാണ് സൈമൺ സുന്ദരരാജ്. എനിക്ക് തോന്നുന്നത് എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യം ഇതന്നെ. എനിക്ക് ഈ കളിക്കാരായിട്ട് എല്ലാവരും ഞാൻ പല ഓൾ ഇന്ത്യക്ക് എല്ലാവരും കളിച്ചു. അവിടുത്തെ നന്നാവണം. അത് നമ്മൾ നന്നാവണമെങ്കിൽ തിരിച്ച് പഴയ കാലത്ത് ഒരുപാട് ടൂർണമെന്റ്സ് ഉണ്ടായിരുന്നു. IFA ഷീൽഡ്, ഓവേഴ്സ് ടൂറൻ, DCM, സുലൈമാൻ ഗോൾഡ് കപ്പ്, പിന്നെ മാമൻ മാപ്പല, ചാക്കോല ഗോൾഡ് ട്രോഫി, ബെയ്റ്റൻ, IFA ഷീൽഡ്. ഇതൊന്നും ഇപ്പോഴില്ല. ഒരുപാട് ക്ലബുകളും ഉണ്ടായിരുന്നു. കേരളത്തിൽ മാത്രം 7 ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അതായത് GV രാജ മുതൽ ഇങ്ങോട്ട് GV രാജ, മാമ മാപ്പിള, കൊല്ലത്ത് ടൂർണമെന്റ് ഉണ്ടായിരുന്നു, എറണാകുളത്ത് ടൂർണമെന്റ് ഉണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരു, സേഠ് നാഗ്ജി ഉണ്ടായിരുന്നു. കളിച്ചോണ്ട് എനിക്ക് മറക്കാൻ പറ്റില്ല. എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സിനെ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റില്ല. ഓക്കെ താങ്ക് യു. ഫോർട്ട് കൊച്ചിയുടെ സ്വകാര്യ അഭിമാനമാണ് റൂഫസ്. അതുപോലെ നമ്മുടെ അഹങ്കാരം കൂടിയാണ് ഫോർട്ട് കൊച്ചിയുടെ റൂഫസ് അങ്കിൾ. കായിക ലോകത്തിന്, അതുപോലെ ഫുട്ബോൾ ലോകത്തിന് അനുഗ്രഹീതമായ ലീഡർഷിപ്പും, അതുപോലെ തന്നെ കൊച്ചു പൈതങ്ങളെ ഫുട്ബോളിലേക്കും അതുപോലെ തന്നെ
കായിക പ്രേമിയായിട്ട് വളർത്തുന്നതിൽ അധ്വാനം ചെയ്ത റൂഫസ് അങ്കിൾ അതുപോലെ കൊച്ചി ഫുട്ബോളിന് എല്ലാവിധ നന്മകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് കേരളം മുഴുവൻ ലഹരിമുക്തമാക്കുന്നതിൽ നമ്മൾ യുവജനങ്ങൾക്കും അതുപോലെ തന്നെ പേരൻസിനും വലിയൊരു കടമയുണ്ട്. അവർക്കൊരു ദൗത്യമുണ്ട്. അപ്പോൾ ആ ദൗത്യത്തിൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ടാണ് ഈ കായിക ലോകം കായിക പ്രേമികളെ കാണുന്നത്. അതിന് റൂഫസ് അങ്കിൾ വലിയ ഒരു മാർഗനിർദ്ദേശമാണ് കൊടുക്കുന്നത്. യുവജനങ്ങളെ കായിക ലോകത്തിലേക്ക് ഇറക്കുമ്പോൾ അവർ ലഹരിമുക്തമായ ഒരു മുഴുവൻ കേരളവും ഒരു ഇന്ത്യയുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായിട്ട് എല്ലാവിധ യുവജനങ്ങളെ അതിലേക്ക് പ്രത്യേകം ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. സജീവ് സദാശിവൻ, ബാങ്ക് ഓഫ് ബറോഡയിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു 10 വർഷമായിട്ട് എൻ്റെ കുട്ടികളുമായിട്ട് റൂഫസ് അങ്കിളിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഡെയിലി മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് കോവിഡ് കാലത്ത് മാത്രം മുടങ്ങി. അതിന് 1-2 വർഷം കൂടെ മുടങ്ങിയിരുന്നു. പക്ഷെ റൂഫസ് അങ്കിളിൻ്റെ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നത്. റൂഫസ് അങ്കിൾ ഇപ്പം എല്ലാവരും പറയുമ്പോൾ ഫോർട്ട് കൊച്ചിയുടെ ഒരു അഭിമാനമാണ്. അതുമാത്രമല്ല, നമുക്ക് ഭാരതത്തിൽ ഒരു വളർന്നു വരുന്ന തലമുറയെ സൃഷ്ടിക്കാൻ അദ്ദേഹം ഒരു അഹോരാത്രം പ്രയത്നിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 5 മണിക്ക് തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ടാവും. 5:30 കുട്ടികൾ വരണമെങ്കിലും അദ്ദേഹം അതിനു മുമ്പേ തന്നെ ഗ്രൗണ്ടിലുണ്ടാവും. ആ ഡെഡിക്കേഷനും അതിനോടുള്ള ആത്മാർത്ഥതയും എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. കുട്ടികളെ ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ലഹരിമുക്ത ഭാരതം അതല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഇന്ത്യയിലെ ഒരു നല്ല ഫുട്ബോൾ തലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ഇന്ത്യ വേൾഡ് കപ്പിൽ ഒരു പ്രാവശ്യം പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് രാജേഷ് PV. ഞാൻ ബിസിനസ് ചെയ്യുന്നതാണ് ഐലൻഡിൽ. ഞാനൊരു 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രൗണ്ടിൽ അങ്കിളിനെ നേരത്തെ അറിയുമെങ്കിലും ഞാൻ 12 വർഷം മുമ്പ് എൻ്റെ മൂത്ത മകനെ ഇവിടെ കൊണ്ടുവന്നത്. 4 വർഷത്തോളം അവൻ പ്രാക്ടീസ് ചെയ്തു. അവനൊന്നും ആയില്ലെങ്കിലും അവൻ്റെ ഭാവി നല്ല രീതിയിലേക്ക് വളർന്നു ഇവിടെ നിന്നുകൊണ്ട്. അവൻ മറ്റുള്ള ഈ കൂട്ടുകെട്ടിലേക്കൊന്നും പോകാതെ ഇവിടെ വന്നതുകൊണ്ടാണ്. അതിനുശേഷം ഞാൻ എൻ്റെ രണ്ടാമത്തെ മകനെ ഇവിടെ ചേർത്ത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. വെളുപ്പിന് 5:30 മണിക്ക് ഇവിടെ റൂഫസ് അങ്കിൾ ഉണ്ടാവും. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകും. അത് അദ്ദേഹത്തിന് 90-92 വയസ്സോളം ഉണ്ടെങ്കിലും അദ്ദേഹം കറക്റ്റായിട്ട് 5:30 മണിക്ക് എത്ര മഴയാണെങ്കിലും ഇടിവെട്ടാണെങ്കിലും അദ്ദേഹം ഇവിടെ 5:30 മണിക്ക് ഉണ്ടാവും. അത് ഈ ഇന്ത്യയിൽ തന്നെ ഒരു കോച്ചിനും സംഭവിക്കാൻ പറ്റൂല. ഈ 5:30 മണിക്ക് മുടങ്ങാതെ ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹത്തിനെ പോലെ ഡിസിപ്ലിനുള്ള ഒരു കോച്ച് ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഈ ഗ്രൗണ്ട് ഇതേപോലെ കിടക്കുന്ന കാരണം എപ്പോഴും നമ്മളോട് പരാതി പറയും. ഒരു ഗവൺമെൻറ് വന്നിട്ടും ഈ ഗ്രൗണ്ട് ഇത്ര നല്ല പരേഡ് ഗ്രൗണ്ട് ഒരു ബ്രിട്ടീഷുകാരുള്ളപ്പോൾ ഇത് നല്ല ഗ്രൗണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രൗണ്ട് തന്നെ ശോഷിച്ചു പോയി. അത് അദ്ദേഹം എപ്പോഴും അത് പറയുകയാണ്. ഈ ഗ്രൗണ്ട് നന്നാക്കുവാൻ MLA-യോ MP-യോ എല്ലാവരോടും പറയും. അതുകൂടാതെ അദ്ദേഹത്തിന് കേരള ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ ഏതെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു അവാർഡ് കൊടുക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുകയാണ് ഞങ്ങളോട്. കാര്യം അദ്ദേഹത്തിന് കൊടുക്കാൻ അർഹതയുണ്ട്. അത് നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടും. നമ്മളും കൂടി പരിശ്രമിച്ച് ഫോഴ്സ് ചെയ്താൽ അദ്ദേഹത്തിന് അവാർഡ് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു എളിമയായ അപേക്ഷ. അത് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും. ഇനി പുതിയതായിട്ട് ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ വരുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിന് മുന്നോട്ട് പോകുന്നു ഞാൻ പറയുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് ഈ കോച്ചിങ് നടത്താനുള്ള എല്ലാ ദിവസവും ഇനി നടത്താനുള്ള ആരോഗ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലഹരിക്ക് എതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഞാനും കൂടി പങ്കുചേരുകയാണ്. അഞ്ജു എന്നാണ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഇവിടെ സ്ഥിരം നടക്കാൻ വരുവാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം അതിൻ്റെ മോൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ അവളുടെ ആഗ്രഹം സഫലീകരിക്കണം. അവളുടെ ജീവിതത്തിൽ അവൾക്ക് എന്തൊക്കെ വേണം. ഇപ്പം ഇവിടെ വന്ന ശേഷം കുറച്ച് അച്ചടക്കങ്ങളും അവളുടെ ജീവിതത്തിലൊക്കെ ഒരു എക്സ്ട്രോവേർട്ട് അല്ല, ആള് ഒരു ഇൻട്രോവേർട്ട് ആയ ആളാണ്. അപ്പോൾ ആളുടെ ക്യാരക്ടർ ചേഞ്ച് വരണം. ആളുടെ എന്താ പറയുക, ആളുടെ അച്ചീവ്മെന്റ് എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു വേൾഡ് കപ്പ് ടീം ഏതാ? പോർച്ചുഗൽ. റൊണാൾഡോ ഫാൻ. അതാണ്. ബാക്കി ഇവിടെ എൻ്റെ പേര് റുക്സാന. ഞാൻ എൻ്റെ മകനെ കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. എൻ്റെ മകനിക്ക് 4 വയസ്സാവണുള്ളൂ. പക്ഷെ ആൾക്ക് ഒരു ഫുട്ബോളിനോട് ഒരു കമ്പം തോന്നിയിട്ട്
ഞാൻ അങ്കിളിനോട് ഇങ്ങനെ വന്ന് സംസാരിച്ചപ്പോ അങ്കിള് പറഞ്ഞു അയാൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവരാം, ഞാൻ ട്രെയിൻ ചെയ്യിക്കാന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതാണ്. എന്റെ മകൻ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി. ആള് വരുമ്പോ ഒരു ഇത് എഴുന്നേക്കുമ്പോ ഒക്കെ ഒരു ഇതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അങ്കിളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആള് ഓക്കെയാണ്. ഗ്രൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല എനർജി ആയിട്ട് ആള് കളിക്കും. ഇപ്പൊ അതുമല്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് വിഷ് ചെയ്യാനും ഇതെല്ലാം ആ ഒരു ഡിസിപ്ലിൻ സ്ട്രക്ചർ അങ്കിള് ഈ ഒരു പ്രായത്തിലാണ് എനിക്ക് പറഞ്ഞു കൊടുത്ത് അവനത് ഇപ്പൊ എല്ലാവരോടും അത് പറയുന്നുണ്ട്. അത് കാണുന്നത് ഏറ്റവും വലിയ സന്തോഷം. ഇഷ്ടപ്പെട്ട ഒരു വേൾഡ് കപ്പ് ടീം ഏതാ? എൻ്റെ പേര് ഷൈനി. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ തന്നെ താമസിക്കുന്നു. അങ്കിളിൻ്റെ ഒരു ഫാനാണ്. പിന്നെ എൻ്റെ 2 പേരക്കിടാങ്ങളും അങ്കിളിൻ്റെ കൂടെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മകൻ ഫുട്ബോൾ പ്ലെയറാണ്. ഹസ്ബൻഡ് ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. കൊച്ചുമ്പോർട്ടിൻ്റെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പിന്നെ പേരക്കിടാവാണേലും അങ്കിളിനെ ഒത്തിരി ബഹുമാനിക്കുന്നു. അവൻ ഭയങ്കര റൊണാൾഡോ ഫാനാണ്. റൊണാൾഡോയുടെ ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. റൊണാൾഡോ എന്ത് ചെയ്യുന്നത് എന്തിന് അത്തറ് പോലും റൊണാൾഡോ ഉപയോഗിക്കുന്നതാണ് അവൻ ഉപയോഗിക്കുന്നത്. അവന് ഭയങ്കര ക്രേസാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. ക്രിക്കറ്റിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവൻ്റെ അപ്പനുമായിട്ടും ഈ ഫുട്ബോൾ രാത്രി 1 മണിക്കാണെങ്കിൽ പോലും അവൻ കുത്തിയിരുന്ന് അത് കാണും. റൊണാൾഡോയുടെ കളി ഉണ്ടെങ്കിൽ അവനത് ഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അവന് മോളും വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഇവിടെ ഇതാക്കാനായിട്ട്. ഞങ്ങളെല്ലാവരും ഫുട്ബോളിനെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവനും ഫുട്ബോളിനോട് സ്നേഹമുള്ളവരും. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും വെളുപ്പിനാണെങ്കിലും ഒക്കെ ഇരുന്ന് പന്ത് കളിയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചീത്ത പറയാറുണ്ട്. പക്ഷെ അത് എന്ന് പറയും നിനക്കത് അറിയാൻ പാടില്ല. അത്രയും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഫുട്ബോളിനോട്. അങ്കിളിനോടും ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനമാണ്. അങ്കിള് അത്രയും നന്നായിട്ട് ഈ പിള്ളേരെ രാവിലെ 5:30 വരിക എന്ന് പറയുന്നത് തന്നെ അങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഭാഗ്യമാണ്. അങ്കിൾ ഇവിടെ വന്ന് മക്കളെ ഇത്രയും നല്ല പ്രാക്ടീസ് കൊടുക്കുക എന്ന് പറയുന്നത്. ഞങ്ങളും പോർച്ചുഗലിന്റെയും ഒക്കെ ആരാധകനാണ്. ഞങ്ങൾക്ക് മെസ്സിനെയും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് നെയ്റ ഫാത്തിമ MS. ഞാൻ ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് കൺട്രി പോർച്ചുഗീസാണ് ഫുട്ബോളിൽ. എൻ്റെ ഫേവറേറ്റ് പ്ലെയർ റൊണാൾഡോയാണ്. അതാണ്. എൻ്റെ പേര് ആൻലിയാണ്. ഞാൻ കേന്ദ്ര വിദ്യാലയമാണ് പഠിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ മെസ്സിയാണ്. ഓക്കെ, താങ്ക് യു. ആ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? KV. ഇഷ്ടമുള്ള ഫുട്ബോൾ ടീം ഏതാ? എംബാപ്പയുടെ ടീം ഏതാ? ഫ്രാൻസ്. ഓക്കെ. ഷജി വടക്കേടുന്നാണ്. ഞാൻ നേവൽ ബേസിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മക്കളെ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുട്ബോൾ പ്ലെയർ ആവണോ അല്ല അങ്ങനെ വരുന്നതാവണമെന്നല്ല. അവർക്കൊരു ഡിസിപ്ലിൻ വരണം. നമ്മളിപ്പോൾ അവർ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഞാൻ ആണ് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ അവരെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ലഹരി പോകേണ്ട എങ്ങനത്തെ ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് ലഹരിക്ക് വരാണെങ്കിൽ അവർക്ക് ഞാൻ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസിൽ അവർ ആ ഒരു പോയിന്റിലേക്ക് പോകും. അല്ലാതെ മറ്റുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതിക്ക് പോകാതെ നല്ല. പക്ഷെ ചിലപ്പോൾ ഇതിലൂടെ ചിലപ്പോൾ അവരുടെ ദൈവം സഹായിച്ചിട്ട് എന്നുള്ളൊരു ഭാവിയിലേക്കൊരു ഉയർന്നു വരാനും സാധ്യതയുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ അവിടെയൊക്കെ കുറേ കോച്ചുകളും കാര്യങ്ങളും ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു റൂഫ് സംഘം ഉണ്ടെന്നും ഒരു ഏരിയ ഉണ്ടെന്നും മനസ്സിലാക്കി ഇവിടെ വന്ന് ഇപ്പോഴാണ് എനിക്ക് റൂഫ് സംഘത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ പിള്ളേർ എങ്ങനെ ഡിസിപ്ലിനിലേക്ക് വരുമെന്ന് മനസ്സിലായി. ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് വരുമ്പോൾ കോച്ചിനെ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഗ്രൗണ്ടിലേക്ക് എൻ്റർ ആകുമ്പോൾ ഏത് രീതിയിലായിരിക്കും എൻ്റർ ആവേണ്ടത്, ഇവിടെ ഏത് രീതിയിലുള്ള ഡിസിപ്ലിൻ ആയിരിക്കും ഉണ്ടാവേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇതായി. പിന്നെ ഈ കോച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഫ് സംഘത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആര് വരുന്നുണ്ടോ ആര് വരുന്നില്ല എന്ന് പുള്ളി ചിന്തിക്കാറില്ല. പുള്ളിയുടെ ഗ്രൗണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ട് ഞാൻ ഈ സമയത്ത് ഇവിടെ വരും, ആര് വന്നാലും വന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ആരും വിളിക്കാറില്ല. ഞാൻ പറയുന്ന രീതിയിൽ കുട്ടികൾ പരിശീലിക്കുകയാണെങ്കിൽ അവർക്ക് ഭാവിയുണ്ട്, ഒരു ലൈഫുണ്ട്. അപ്പോൾ ആ രീതിയിൽ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ കുട്ടികൾ ഒരു ജീവിതം ഉണ്ടാവും, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. അങ്ങനെ ആയാൽ മാത്രമേ എൻ്റെ ഗ്രൗണ്ടിൽ വന്നാൽ മതി എന്നൊരു രീതിയിലുള്ള ചിന്താഗതി അദ്ദേഹത്തിന്. അപ്പം നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് രൂപ സംഘം. ആ രീതിയിലാണ് ഞാൻ ഈ കുട്ടികളെ ഇവിടെ സ്ഥിരമായി കൊണ്ടുവന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ റൂപസംഘങ്ങളും കുട്ടികളും ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. ഇതുപോലൊരു എപ്പിസോഡ് നിങ്ങളുടെ സ്കൂളിൽ, അക്കാഡമിയിൽ, കോളേജിൽ വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും എത്തുമ്പോഴേക്കും എല്ലാവർക്കും
താങ്ക് യു ഫോർട്ട് കൊച്ചി.